വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത് നിഫ്റ്റിയിലാണ്. ഇന്ന് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഷോർട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് 17700 C ആണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ അതിനൊരു സ്റ്റോപ്പ് ലോസ് അറൗണ്ട് 15 പോയിൻറ്റ്സ് ആണ് കാണുന്നത്. 10 to 15 പോയിൻറ്റ്സ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 92ലാണ്. ജസ്റ്റ് 92 to 95 റേഞ്ചിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഒരു 2 ലോട്ട് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 100 ക്വാണ്ടിറ്റി ഒരു 1500 ലോസ് കാണുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യും. ഇത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ലോസിൻ്റെ പകുതിയാണ് നമ്മൾ റിസ്ക് ചെയ്യുന്നുള്ളൂ. അതേപോലെ ഏകദേശം ഒരു 2000 റേഞ്ചിലെ ടാർഗറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. 1005 റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആണെങ്കിൽ നമ്മളൊരു 1000 ആണെങ്കിലും എക്സിറ്റ് ചെയ്യും. 1000 to 1500 അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യാൻ നോക്കും. ഇങ്ങനെ എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. എനിവേയ്സ് നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ സ്ക്രീനിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഫ്യൂച്ചേഴ്സ് ചാർട്ടാണ്. ഈ ചാർട്ടിലാണ് നമ്മുടെ മെയിൻ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കൽ. എവിടെയാണ് കൂടുതൽ സെല്ലേഴ്സ് ഉള്ളത്, ബയേഴ്സ് ഉള്ളത്, പിന്നെ ടുഡേയ്സ് റേഞ്ച്, മോർണിംഗ് റേഞ്ച് മാർക്ക് ചെയ്യും. പിന്നെ ഇന്ന് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കും. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കും. ഇപ്പം ഞാൻ എഴുതി വെക്കുന്ന ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് റെഡ് ലൈനിൽ താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് ഹ്യൂജ് ഡൗൺ മൂവ്. അതാണ് ബിലോ ദിസ് ഹ്യൂജ് ഡൗൺ മൂവ് എന്ന് എഴുതി വെച്ചത്. അത് ഒരു പ്രീവിയസ് ഡേ മൂവ്മെൻറ്റ്സ് നോക്കിയിട്ട് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു ഡൗൺ മൂവ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇന്നത്തെ റേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബയേഴ്സ് സെല്ലേഴ്സ് എവിടേക്കാണ് ഉള്ളതെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ബയേഴ്സും സെല്ലേഴ്സ് ആരാണോ ട്രാപ്പ് ആവുന്നത്, അപ്പം നമ്മൾ ആ ട്രാപ്പ് ആവുന്നവരെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുക. പിന്നെ നമ്മൾക്ക് നോർമലി ചെക്ക് ചെയ്യുന്ന നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ, ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പം ഇന്ന് നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തത് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡാണ്. ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ വരെ മാർക്കറ്റ് വന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. മാർക്കറ്റിൽ ആ ഒരു ഏരിയയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നത്. നോർമലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റിൽ തിരിച്ചു പോയുള്ളൂ. ഞാൻ സ്റ്റോപ്പ് ലോസ് ഏരിയ സെറ്റ് ചെയ്ത് വെക്കും. ബട്ട് അവിടെ മാർക്കറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ എക്സിറ്റ് ചെയ്യലുള്ളൂ. അവിടുന്ന് ഒരു റിവേഴ്സലാണ് പിന്നെ കാണുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നന്നായിട്ട് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഡൗൺ സൈഡ് മൂവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഏകദേശം ആ ബ്രേക്ക് ഇവൺ ഏരിയയിൽ തന്നെ മാർക്കറ്റ് തിരിച്ചെത്തിയിട്ടുണ്ട്. സോ നമ്മുടെ വ്യൂ റോങ് ആവാനുള്ള ചാൻസ് ഇനി കുറവാണ്. ചെറിയൊരു നമ്മൾ എൻട്രി ചെയ്ത എക്സാക്റ്റ് പോയിന്റ്
നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ഈവനിൽ ആണ് ഇപ്പോൾ മാർക്കറ്റുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ സ്റ്റോപ്പ് ലോസിനെ കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുവരും. അതാണ് നമ്മുടെ പ്ലാൻ. സ്റ്റോപ്പ് ലോസ് കുറച്ചൊന്ന് താഴോട്ട് കൊണ്ടുവരും. അഥവാ ലോസ് ആണെങ്കിലും ചെറിയ ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ ചെറിയ അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റ്. നമുക്ക് ബിഗ് ലോസാണ് നമ്മളെപ്പോഴും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കി ഏത് റിസൾട്ടും നമുക്ക് ഓക്കെയാണ്. സക്സസ്ഫുള്ളി ലോങ് ടേമിൽ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പ്രോസസ്സ് ഉണ്ടാകും. ആ പ്രോസസ്സ് ഫോളോ ചെയ്ത് ഡിസിപ്ലിൻ കൊണ്ടുവന്നാൽ നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് റേഞ്ച് ഏകദേശം നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇനി മാർക്കറ്റ് ഇതിന് മേലെ പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് ഇതിന് മേലെ പോവുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. ഇപ്പം നമുക്കൊരു 490, 500 എബോ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് 1000 അടുത്ത് ലോസ് എന്നാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടുള്ളത്. നമ്മുടെ വ്യൂ കറക്റ്റാണ് എന്നുള്ളതാണ്. ഇത് നിഫ്റ്റി ഡേ ലോയിൽ സപ്പോർട്ട് എടുക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. സോ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. നമ്മൾ ബിലോ ദിസ് ലൈൻ ഹ്യൂജ് മൂവ് എന്ന് എഴുതി അത് അവിടെ തന്നെ ഉണ്ട്. ഇപ്പം അത് നമ്മൾ മാറ്റിയിട്ടില്ല. അതിന് താഴോട്ട് വരുവാണെങ്കിൽ നല്ലൊരു ഡൗൺ മൂവ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. നമ്മൾ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ്. നിഫ്റ്റി ഒരു സപ്പോർട്ട് നമ്മൾ വിചാരിച്ച ലൈനിലൊരു സപ്പോർട്ട് എടുക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു ബട്ട് പിന്നെ നല്ലൊരു ഡൗൺ മൂവ് ക്യാൻഡിൽ വരുന്നുണ്ട്. സോ ഹാഫ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നിഫ്റ്റി താഴോട്ട് തന്നെ പോകില്ല, ഒരേ മൂവ് അല്ല ഉണ്ടാവുക, സ്വിങ് ആണ് ഉണ്ടാവുക. നമുക്ക് ആദ്യം അറിയണം. അപ്പം നമ്മൾ ഈ ഒരു ഡൗൺ മൂവ് തന്നതിന് ചിലപ്പം ഒരു പുൾ ബാക്ക് ഉണ്ടാവും. എന്നിട്ട് അടുത്ത നെക്സ്റ്റ് ലെഗ് ഓഫ് മൂവ് അടുത്തത് പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു 50 ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിവേഴ്സൽ വരുന്ന സമയത്ത് നമ്മുടെ പ്രോഫിറ്റ് ഫുള്ള് എറോഡായി പോവാതെ നമുക്ക് ട്രേഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഹാഫ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിഫ്റ്റിയിൽ നമ്മൾ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ചെറിയൊരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നടക്കുകയാണെങ്കിൽ നമുക്ക് പുൾ ബാക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡൗൺ മൂവ് ഉണ്ടാവാനാണ് സാധ്യത. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ലിപ്സ് ഇനി ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നിഫ്റ്റി നല്ലൊരു ഡൗൺ മൂവ് തന്നു. ഡേ ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിഗിനിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബിലോ ദിസ് റേഞ്ച് ഹ്യൂജ് ഡൗൺ മൂവ്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം ക്ലിയർ ആയിട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം നിഫ്റ്റി നല്ലൊരു ഡൗൺ മൂവാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഹാഫ് പ്രോഫിറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളത് ട്രെയിൽ ചെയ്യാണ്. ട്രെയിൽ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ബാക്കി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഞാനിനി എന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു അപ്പ് മൂവാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പ് മൂവ് മീൻസ് ചെറിയൊരു റിട്രേസ്മെൻറ്റ്, ഒരു ചെറിയ ഒരു ബ്രീത്തർ ഇവിടെ ഉണ്ടാവും. നിഫ്റ്റി ജസ്റ്റ് വൺ സൈഡ് മൂവ് തന്നെ അല്ല, ഈ ഒരു ലോയിൽ
സപ്പോർട്ട് എടുത്തതിന് ശേഷം നിഫ്റ്റി ചെറിയൊരു അപ്പ് മൂവ് കാണിക്കാനാണ് സാധ്യത. അപ്പ് മൂവിന് ശേഷം നമ്മൾ വരച്ച ആ ഒരു റെസിസ്റ്റൻസ് ലൈനിൽ റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഒന്നെങ്കിൽ റിവേഴ്സലായിരിക്കും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈൻ ക്രോസ് ചെയ്ത് പോയതിന് ശേഷം റിവേഴ്സൽ സംഭവിക്കാം. അപ്പം ഈ ഒരു ടൈം നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ട്രേഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഫുൾ പ്രോഫിറ്റ് ചിലപ്പോൾ ഇപ്പം ബുക്ക് ചെയ്തതാണ്. നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട്, ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയൊരു റിട്രേസ്മെൻറ്റ് കണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ ഒരു റിട്രേസ്മെൻറ്റിന് ശേഷം ഫർദർ ഡൗൺ മൂവ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. എനിവേസ് വിൽ വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്നത്തെ ട്രേഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു. നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു ഡൗൺ മൂവ് എക്സ്പെക്റ്റ് ചെയ്തതിന് ശേഷം നിഫ്റ്റിയിൽ ഡൗൺ മൂവിന് പകരം നല്ലൊരു അപ്പ് മൂവാണ് വന്നത്. നമ്മൾ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്ത് പിന്നെ റീടെസ്റ്റ് ചെയ്തൊരു സപ്പോർട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യുമെന്ന് വിചാരിച്ച സമയത്ത് അത് ബ്രേക്ക് ചെയ്ത് ഒരു സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി ഒരു അപ്പ് മൂവാണ് തന്നത്. സോ നമ്മുടെ പ്രതീക്ഷ ഓപ്പോസിറ്റായിരുന്നു, എന്നാൽ നമ്മൾ പ്രോഫിറ്റബിളി എക്സിറ്റ് ചെയ്തു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളത് ട്രെയിൽ ചെയ്തു. പിന്നെ അപ്സൈഡ് മൂവ് വന്ന സമയത്ത് നമ്മുടെ റേഞ്ച് കവർ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഫുൾ ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്തു. അതുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റി. ഇനി ഈ ഒരു ട്രേഡ് നെഗറ്റീവായിട്ട് താഴോട്ട് തന്നെ പോകുമായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ബട്ട് ഇത് റിവേഴ്സിൽ പോയിട്ട് നമ്മൾ ലോസ് അല്ലാതെ പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റുക നമ്മൾ ആ പ്രോഫിറ്റ് ഫസ്റ്റ് ബുക്ക് ചെയ്തതുകൊണ്ട്. അങ്ങനെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് റൂള് എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് ഞാൻ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആർക്കും ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവുന്നതാണ്. ബൈ ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം.